Hi all, welcome back to the class of Mechanics of Solids. I am Rihanna here. Today we are going to do a numerical problem related to Sfd and Bmd of simply supported beam carrying UDL. നമുക്കൊരു question നോക്കാം. Draw Sfd and Bmd for a simply supported beam of length 9 meter and carrying a uniformly distributed load of 10 kN per meter for a distance of 6 meter from the left end. Also calculate the maximum bending moment on the section. നമ്മളൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 9 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിലേക്ക് 6 മീറ്റർ ലെങ്തിൽ അതിൻ്റെ ലെഫ്റ്റ് എൻഡിൽ നിന്ന്, ഇവിടെ നമുക്ക് ലെഫ്റ്റ് എൻഡ് എ എന്ന് പറയുന്ന പോയിൻ്റ് ആണുള്ളത്, അവിടെ നിന്ന് 6 മീറ്റർ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ഹാവിങ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 10 kN per meter. 10 kN per meter ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാമും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾസോ ഈ സെക്ഷനിലുള്ള മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ടോട്ടൽ 9 മീറ്റർ ലെങ്ത് ഉള്ള എ ബി എന്ന് പറയുന്നുള്ള സിംപ്ലി സപ്പോർട്ടഡ് ബീം, ആ ബീമിലേക്ക് ലെഫ്റ്റ് എൻഡായ എയിൽ നിന്നും 6 മീറ്റർ ലെങ്തിലേക്ക് ഒരു യു ഡി എൽ 10 kN per meter മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു യു ഡി എൽ സ്പ്രെഡ് ചെയ്ത് കിടക്കിരിക്കുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ ബീമിൻ്റെ എസ് എഫ് ഡിയും ബി എം ഡിയും വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ഡേറ്റ 10 kN per meter of UDL is acting along a distance of 6 meter from the left end A. സോ നമുക്ക് ആദ്യം ലോഡ് ആക്ടിങ്ങിനെ പോയിന്റ് ലോഡാക്കി കൺവേർട്ട് ചെയ്യാം. 10 kN per meter ആണ് മാഗ്നിറ്റ്യൂഡ്, വിച്ച് ഇസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 മീറ്റർ സ്പ്രെഡിലാണ് ആക്ട് ചെയ്യുന്നത്. സോ അത് പോയിന്റ് ലോഡാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ 10 × 6 വിച്ച് ഇസ് ഈക്വൽ ടു 60 kN നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എസ് എഫ് ഡിയും ബി എം ഡിയും വരയ്ക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? റിയാക്ഷൻസ് ഡിറ്റർമൈൻ ചെയ്യണം. ഇവിടെ 2 സപ്പോർട്ട്സ് ആണുള്ളത്, സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, 2 സപ്പോർട്ട്സ് ആണുള്ളത്. സോ 2 സപ്പോർട്ടിലും റിയാക്ഷൻസ് ഉണ്ടാവും, വെർട്ടിക്കൽ റിയാക്ഷൻസ്. ലെറ്റ് ദ റിയാക്ഷൻ അറ്റ് എ ബി ആർ എ ആൻഡ് അറ്റ് ബി ബി ആർ ബി. അപ്പോൾ നമുക്കിനി ആർ എയും ആർ ബിയും കണ്ടുപിടിക്കണം. ആർ എയും ആർ ബിയും കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന പോയിന്റിൽ എക്കുള്ള മൊമെൻറ്റ് നമുക്ക് എടുക്കാം. സോ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് എ, വി വിൽ ഗെറ്റ് ആർ എ ആൻഡ് ആർ ബി. അപ്പോൾ നമുക്ക് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി മൊമെൻറ്റ് അബൌട്ട് എ ചെയ്യാം. എം എ ഇസ് ഈക്വൽ ടു എ എന്ന പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആർ ബി ആക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ആക്ടിങ് ആർ മൈനസ് ആർ ബി ഇൻറ്റു ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 9 മീറ്റർ 9 പ്ലസ് നമ്മുടെ 10 kN per meter യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 മീറ്റർ. സോ 10 × 6 ഇൻറ്റു മൊമെൻറ്റ് എടുക്കാൻ എത്ര ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്? ഇൻറ്റു L/2 ആണ് എടുക്കേണ്ടത്. ഇവിടെ L 6 ആണ്, സോ ഡിവൈഡഡ് ബൈ 2. സോ ഫ്രം ദിസ് വി വിൽ ഗെറ്റ് ആർ ബി ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 kN. ആർ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി. Now we got RB and we have to calculate RA. RA എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? RA is equal to total load on the beam minus RB ആയിരിക്കും അല്ലേ? നമുക്ക് RBൻ്റെ വാല്യൂ അറിയാം. സോ RA is equal to total load എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 × 6 അല്ലേ? 10 kN per meter is acting at a distance of 6 meter. Therefore 10 × 6 minus RB 20, that is equal to 60 minus 20, which is equal to 40 kN. So now we obtained RA equal to 40 kN and RB is equal to 20 kN. Okay. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. സോ വി ആർ കൺസിഡറിങ് ദ സെക്ഷൻ എ സി എന്ന് പറയുന്ന സെക്ഷനാണ് എടുക്കുന്നത്. ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഷിയർ ഫോഴ്സ് കൺസിഡർ എ സെക്ഷൻ എക്സ് വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എക്സ് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് എ. സോ വി വിൽ ഒബ്റ്റെയിൻ ദ ഷിയർ ഫോഴ്സ് ആസ്, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ എല്ലാം നെറ്റ് എഫക്റ്റ്. റിയാക്ഷൻ എ ആക്ട് ചെയ്യുന്നുണ്ട്,
പോസിറ്റീവ്ലി മൈനസ് 10. ഈ യു ഡി എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 kN per meter ആണ് അല്ലേ, വിച്ച് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് എന്ന പോയിന്റിലാണ്. സോ എക്സ്. സോ നമ്മുടെ ഷിയർ ഫോഴ്സ് ഇൻ ജനറൽ ഇക്വേഷൻ നമുക്ക് എഫ് എക്സ് ഇസ് ഇക്വൽ ടു RA മൈനസ് 10x എന്ന് എടുക്കാം. ഇത് യൂസ് ചെയ്ത് നമുക്ക് എഫ് എ കണ്ടുപിടിക്കണം, എഫ് ബി കണ്ടുപിടിക്കണം, എഫ് സി കണ്ടുപിടിക്കണം. എഫ് എ എഫ് സി 2 എ എന്ന് സി എന്ന് പറയുന്ന സെക്ഷന് ഇടയ്ക്കുള്ളതാണ് എഫ് എയും എഫ് സിയും. അവിടെ ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റിൽ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. സോ നമുക്ക് ബിയുടെ ആവശ്യമില്ല. സോ എഫ് എയും എഫ് സിയും മാത്രം കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എ എന്ന പോയിന്റിലെയും സി എന്ന പോയിന്റിലെയും ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാം അല്ലേ. എ എന്ന് പറയുന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എ എന്ന പോയിന്റിൽ എടുക്കുമ്പോൾ അവിടെയാണ് സെക്ഷൻ കൺസിഡർ ചെയ്യുക. സോ എക്സിൻ്റെ വാല്യൂ എ എന്ന് പറയുന്ന പോയിന്റിൽ 0 ആയിരിക്കും അല്ലേ. നമുക്ക് ഇൻ ജനറൽ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ RA മൈനസ് 10x ആണെന്നറിയാം. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 ആയി. സോ വിച്ച് ഇസ് ഈക്വൽ ടു RAയുടെ വാല്യൂ 40 ആണ്. 40 മൈനസ് 10 ഇൻറ്റു 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 40 kN. അപ്പം എ എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടി പ്ലസ് 40 kN. ഇനി നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റിൽ നോക്കാം. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്യുക. സോ എക്സിൻ്റെ വാല്യൂ എത്ര ആയിട്ട് മാറും? 6 ആയിട്ട് മാറും അല്ലേ. ദെയർഫോർ നമുക്ക് ഷിയർ ഫോഴ്സിൻ്റെ ജനറൽ ഇക്വേഷൻ RA മൈനസ് 10x ആണ് ഇവിടെ. സോ RAയുടെ വാല്യൂ നമുക്കറിയാം 40 മൈനസ് 10 ഇൻറ്റു 6 ദാറ്റ് ഇസ് ഈക്വൽ ടു 40 മൈനസ് 60 ഈക്വൽ ടു മൈനസ് 20 kN. ഓക്കെ. അപ്പം നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് എ ഇസ് ഈക്വൽ ടു പ്ലസ് 40 kN ഷിയർ ഫോഴ്സ് അറ്റ് സി ഇസ് ഈക്വൽ ടു മൈനസ് 20 kN കിട്ടി. നമുക്ക് ഈ രണ്ട് പോയിന്റിലെ ഷിയർ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഷിയർ ഫോഴ്സ് അറ്റ് എ ഇസ് ഈക്വൽ ടു 40 kN ആണെന്ന് അറിയാം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻ ബിറ്റ്വീൻ എ ആൻഡ് സി ദ ഷിയർ ഫോഴ്സ് ഈസ് വേരീസ് ബൈ എ സ്ട്രൈറ്റ് ലൈൻ അല്ലേ. സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും വേരി ചെയ്യുക. ദാറ്റ് മീൻസ് സംവെയർ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് സി ദ ഷിയർ ഫോഴ്സ് ബിക്കംസ് 0. ഏതോ ഒരു പോയിന്റിൽ എ ആൻഡ് സിക്ക് ഇടയ്ക്ക് ഷിയർ ഫോഴ്സ് 0 ആവുന്നുണ്ട്. ആ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ലെറ്റ് ദ ഷിയർ ഫോഴ്സ് ഈസ് 0 അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് മീറ്റർ ഫ്രം എ. അതായത് ഏത് പോയിന്റിലാണ്, ഏത് ഡിസ്റ്റൻസിലാണ് ഷിയർ ഫോഴ്സ് 0 ആവുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ അതുകൊണ്ട് നമുക്ക് എക്സിലാണ് 0 ആവുന്നതെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ എക്സ് എത്രയാണെന്നാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഷിയർ ഫോഴ്സ് 0 ആവുന്ന എക്സിലാണെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം ഷിയർ ഫോഴ്സിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് RA മൈനസ് 10x ആണ് അല്ലേ. ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആണെന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത്. അതായത് ഷിയർ ഫോഴ്സ് 0 ആവുമ്പോൾ RA നമുക്കറിയാം 40 മൈനസ് 10xലാണ് ഷിയർ ഫോഴ്സ് 0 ആവുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10x is equal to 40. Therefore, x is equal to 40 by 10, which is equal to 4 meter. So, x 4 meter. എയിൽ നിന്ന് 4 meter മാറി ഉള്ള പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആണ്. ഓക്കെ. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പോയിന്റ്സിലെല്ലാം ഷിയർ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എ എന്ന പോയിന്റിൽ പ്ലസ് 40 kN ആണ്. ഇൻ ബിറ്റ്വീൻ എ ആൻഡ് സി സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വേരി ചെയ്യുന്നത്. സോ അതിനിടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആണ്. ആ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു, ആ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. എയിൽ നിന്ന് 4 മീറ്റർ മാറി ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. പിന്നെയോ ഷിയർ ഫോഴ്സ് സിയിൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. മൈനസ് 20 kN ആണ് മാഗ്നിറ്റ്യൂഡ്. സിക്കും ബിക്കും ഇടയ്ക്കുള്ള പോയിന്റിൽ വേറെ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷിയർ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ ഈ വേരിയേഷൻസ് മതി അല്ലേ. എയിൽ 40 ആണ്, 4 മീറ്റർ മാറി 0 ആണ്. സിയിൽ മൈനസ് 20 kN ആണ്. ബി വരേക്കും ആ മൈനസ് 20 kN കോൺസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് SFD വരയ്ക്കാം. നമ്മളപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസ് ലൈൻ വരച്ചു,
എ ബി എന്ന് പറയുന്നത് ടോട്ടൽ 9 മീറ്റർ ലെങ്ത് ആണ്. എയിൽ നിന്ന് 6 മീറ്റർ മാറി സി എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. നമുക്കറിയാം എയിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +40 ആണ്. വിച്ച് ഇസ് ആക്ടിങ് +40. ആറ് +40 ആക്ട് ചെയ്യുന്നു. ഇനി നമുക്കറിയാം എയ്ക്കും സിക്കും ഇടയ്ക്ക് എയിൽ നിന്ന് 4 മീറ്റർ മാറി, കൺസിഡർ ദിസ് ആസ് ദ 4 മീറ്റർ ഡിസ്റ്റൻസ്, പിന്നെ ഡി എന്ന് വേണമെങ്കിൽ വിളിച്ചോ. 4 മീറ്റർ മാറി അവിടെ ഷിയർ ഫോഴ്സ് 0 ആണെന്നറിയാം. 0 ആകുമ്പോൾ ബേസ് ലൈനിൽ തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന പോയിന്റിൽ -20 ആണെന്ന് നമുക്കറിയാം. സോ -20 കിലോ ന്യൂട്ടൺ ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ ഈ പോയിന്റ് ഇങ്ങനെ, അത് ബി വരേക്കും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. സോ ഈ പോയിന്റ്സിനെ കണക്ട് ചെയ്യുക. നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇത് സ്ട്രൈറ്റ് ലൈൻ ആണ്. വേരി ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം പ്ലോട്ട് ചെയ്തു. എയിൽ +40, സിയിൽ -20, ഇൻ ബിറ്റ്വീൻ സി ആൻഡ് ബി കോൺസ്റ്റൻറ്റ് -20 തന്നെ, ഡി എന്ന് പറയുന്ന പോയിന്റിൽ 0. സോ ആ പോയിന്റ്സ് കണക്ട് ചെയ്തു, നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചു. അപ്പോൾ എ ഡി എന്ന് പറയുന്ന പോർഷനിൽ പോസിറ്റീവ്, ഡി ബി എന്ന് പറയുന്ന പോർഷനിൽ നെഗറ്റീവുമാണ് ഷിയർ ഫോഴ്സ്. ഓക്കെ, so for calculating the bending moment, we have to consider a section, any section in between A and C. Let it be x, which is at a distance of small letter x from the left end A. Okay, so the moment mx will be equal to, അവിടെ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്, ആർ എ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആർ എ ഈസ് ആക്ടിങ്, ആർ എ ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് ആണ്, എക്സ് മൈനസ് ആണ്. പിന്നെ എടുക്കേണ്ട കാരണം എന്താ, നമ്മുടെ ആക്ട് ചെയ്യുന്ന ലോഡ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ മൈനസ് അവിടെ ആക്ട് ചെയ്യുന്ന 10നെ നമുക്ക് പോയിന്റ് ലോഡ് ആക്കണമെങ്കിൽ എത്ര ഡിസ്റ്റൻസിലാണോ ആക്ട് ചെയ്യുന്നത് ആ ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എക്സ് ഡിസ്റ്റൻസ് ആണ്, എക്സ് ഇൻറ്റു മൊമെൻറ്റ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും, x/2. therefore mx is equal to rax minus 10x²/2. നമുക്കൊരു ജനറൽ ഇക്വേഷൻ പെൻഡിങ് മൊമെൻറ്റിന് കിട്ടി. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1 എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് എയിലെയും സിയിലെയും ഒക്കെ മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ജനറൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, നമുക്കിപ്പോൾ 3 പോയിന്റിലെ ഷിയർ ഫോഴ്സസ് അറിയാം. എ ഡി സി ബി വരെയൊക്കെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. സോ സിമിലർലി നമുക്ക് എയിലെയും ഡിയിലെയും സിയിലെയും ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിക്കണം. സോ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ നമ്മൾ ജനറൽ ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നു. mx is equal to ra into x minus 10x² divided by 2 എന്ന് നമ്മൾ ജനറൽ എക്സിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഇതായിരിക്കും. സോ അറ്റ് എ ആവുമ്പോൾ എം എ ആവും. സോ എക്സിൻ്റെ വാല്യൂ ഇവിടെ എത്ര ആവും, എക്സ് ഇസ് ഇക്വൽ ടു 0 ആവും. RA ഇൻറ്റു 0, സോ 0 മൈനസ് 10 ഇൻറ്റു 0² which is equal to എം എയിലുള്ള മൊമെൻറ്റ് 0 ആണ്. ഇനി നമുക്ക് ഡി എന്ന് പറയുന്ന പോയിന്റ് വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4 മീറ്റർ ആണെന്നറിയാം. സോ എക്സ് ഇസ് ഇക്വൽ ടു 4 മീറ്റർ ആവും. സോ എം ഡി ഇസ് ഈക്വൽ ടു ആർ എ നമുക്കറിയാം 40 ആണ്, 40 ഇൻറ്റു 4 മൈനസ് 10 ഇൻറ്റു 4² divided by 2. So we will obtain the value of MD as 80 kilonewton meter. ഇനി സിയിൽ നോക്കാം. ഇപ്പോൾ സിയിൽ എക്സിൻ്റെ വാല്യൂ 6 മീറ്റർ ആവും അല്ലേ. therefore MC is equal to 40 into 6 minus 10 into 6² divided by 2. therefore MC is obtained as 60 kilonewton meter. So MA യുടെ value is equal to 0, MD is equal to 80 kilonewton meter, പോസിറ്റീവ് ആണ്. MC is equal to 60 kilonewton meter. സോ നമ്മൾ എല്ലാ പോയിൻറ്റ്സിലെയും ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം.
സോ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ ഡി എന്ന് പറയുന്ന പോയിന്റിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് അറിയാം. നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നമ്മൾ ബേസ് ലൈൻ വരച്ചു. എ ബി 9 മീറ്റർ ആണ് ലെങ്ത്. സി എന്ന് പറയുന്ന പോയിന്റ് വരെയും 6 മീറ്ററും ഡി എന്ന് പറയുന്ന പോയിന്റ് വരെയും 4 മീറ്ററും. സോ എയിൽ 0 ആണ് ബെൻഡിങ് മൊമെന്റ്, 0 ആണ്. ഡി എന്ന് പറയുന്ന പോയിന്റിലോ 80 പ്ലസ് 80 കിലോ ന്യൂട്ടൺ മീറ്റർ. സിയിലോ സി എന്ന് പറയുന്ന പോയിന്റിൽ പ്ലസ് 60 കിലോ ന്യൂട്ടൺ മീറ്റർ അല്ലേ. ഇനി ഡി എന്ന് പറയുന്ന പോയിന്റിലോ ബി എന്ന് പറയുന്ന പോയിന്റിലോ 0 തന്നെ ആയിരിക്കും അല്ലേ. സോ അത് പരാബോളിക് ആയിട്ടായിരിക്കും വേരി ചെയ്യുന്നത്. 60ൽ വന്നിട്ട് അവിടെ നിന്ന് താഴെ 0യിലേക്ക്. ഓക്കെ, ഇപ്പം നമുക്ക് ബെൻഡിങ് മൊമെന്റ് കിട്ടി, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമും കിട്ടി. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇപ്പോൾ നമ്മൾ 3 പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമും പ്ലോട്ട് ചെയ്തു. എല്ലാം പോസിറ്റീവ് വാല്യൂ ആയത് കാരണം ബേസ് ലൈൻ എബോ ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്തു. പോസിറ്റീവ് കർവാണ് നമുക്ക് കിട്ടിയ, പാരാബോള കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാനാണ്. BM മാക്സ്. നമുക്കിവിടെ ഏറ്റവും മാക്സിമം പോയിന്റ് ഏതാ ബെൻഡിങ് മൊമെന്റ്, വിച്ച് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് 80 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് അല്ലേ. സോ our maximum bending moment is obtained as plus 80 kilonewton meter. That's all. Okay, thank you. Hoping that you have understood the problem.